ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ വരം വയറ്റിലുള്ളിടത്തോളം കാലം ഈ കുടുംബത്തിന് നല്ലതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. എന്റെ അമ്മോ, ജാതകദോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോരുത്. എന്താ എന്താ സച്ചേട്ടാ? എന്താ എന്ത് പറ്റി മോനെ? നമ്മുടെ പ്ലൈവുഡ് ഫാക്ടറിക്ക് തീ പിടിച്ചു. ഫയർഫോഴ്സ് ഇപ്പോ തീയണയ്ക്ക് ശ്രമിച്ചോണ്ടിരിക്കുക. ഗുരുതരമായി ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനിയും 10-15 പേരെ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെന്നാ പറയുന്നത്. എന്റെ സസ്പെൻസ് ഞാൻ ആദ്യമേ പൊട്ടിച്ചു. അതിൽ ഇവരുടെ എല്ലാ സസ്പെൻസ് കത്തിക്കരിച്ച് കളഞ്ഞു ഞാൻ. ഇനി എന്റെ ആക്ടിങ് തുടങ്ങാം. ഹലോ, എന്താ ദൈവമേ, ചതിച്ചല്ലോ. എന്താ സച്ചേട്ടാ? പൊള്ളലേറ്റ രണ്ടുപേരും മരിച്ചുപോയി. ഇനിയും ചിലരുടെ നില ഗുരുതരമാണ്. അച്ഛാ, അച്ഛാ, നമ്മളിനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. ധനുഷേ, അനുവേട്ടനെ വിളിച്ച് വേഗം ഫാക്ടറിയിലേക്ക് എത്താൻ പറ. അനുവേട്ടൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാ നമ്മുടെ ഫാക്ടറിയിൽ ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത്. അച്ഛാ, നമ്മുടെ വീട്ടിലിപ്പോ അപകടങ്ങളുടെ കാലമാണല്ലോ. അതിപ്പോ ഫാക്ടറിയിലേക്കും പടർന്നു, അത്രേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നില്ലെങ്കിൽ സംഗതി ആകെ കുഴപ്പമാവും. മരിച്ചവരുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കയറി വരും. അതിനു മുമ്പ് നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ ബന്ധുക്കളെ കണ്ട് സമാധാനിപ്പിക്കണം. മക്കളെ, വേഗം വാ, നമുക്ക് പോവാം. നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പോയിട്ട് വരാം. അനുപേട്ട, ഇതെന്ത് കോലം? ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ടല്ലോ. എന്താ പറ്റിയേ? നിക്ക്, അതൊക്കെ പറയാം. നീ ഒരു മുണ്ടും കെടുത്ത്. എന്താ ഉണ്ടായി അനുപേട്ട? ഫാക്ടറിയിൽ ഒരു തീപിടുത്തമുണ്ടായി. അയ്യോ, കുറച്ചു പേർക്ക് പരിക്കുകളുണ്ട്. ഒരു വിധത്തിലാ തീയണച്ചത്. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയായി അല്ലേ അനുപേട്ട? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, നെല്ലിശ്ശേരിയിലും ഇവിടെയും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പതേ കമ്പനിയിലേക്കും വളർന്നു. മനസ്സിലായില്ല. ജാതകദോഷം കുടുംബത്തെ മാത്രമേ ബാധിക്കൂ എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോ അത് കമ്പനിയെ പോലും ബാധിക്കുന്ന അവസ്ഥയായി. ഞാനതാ ഉദ്ദേശിച്ചെ. ആരുടെ ജാതദോഷം? അർച്ചനയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം തന്നെയാ, അല്ലാണ്ട് ആരുടെയാ? അതുകൊണ്ടാണല്ലോ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്.
ഒരെണ്ണം ഉണ്ടാകാൻ കാത്തിരുന്ന് വഴിപാട് നേർച്ചയെല്ലാം നടത്തി കിട്ടിയപ്പോ ഭസ്മാസുരന് വരം കൊടുത്ത പോലെയായി. ആ വരം വയറ്റിലുള്ളിടത്തോളം കാലം ഈ കുടുംബത്തിന് നല്ലതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. എന്റെ അമ്മോ, ജാതകദോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? മീര ദേ, ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോരുത്. ആ കുഞ്ഞിനെ പറ്റി നീ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ, അടിച്ചെന്റെ കർണം പൊട്ടിക്കും ഞാൻ. ഇവിടെ സംഭവിച്ചതൊക്കെ ജാതകദോഷമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നിങ്ങളെന്തിനാ എന്നോട് ചൂടാവുന്നേ? നെല്ലിശ്ശേരിയിൽ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. ഒരനുഭവം വന്നിട്ട് നിങ്ങൾ പഠിച്ചില്ല. ഇനിയും ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ വന്നാലേ നിങ്ങൾ പഠിക്കൂ. വെറുതെ ആരെങ്കിലും പറയുന്ന കേട്ട അനാവശ്യം വിളമ്പരുത്. എനിക്കകത്തൊരു കുട്ടിയുടെ പേരിൽ ജാതകദോഷം പറയത്തക്കവണ്ണം നീ തരം താഴ്ന്നു പോയോ? നമുക്കുണ്ടല്ലോ ഒരു പെൺകുട്ടി. നാളെ അവൾക്കും ഇതുപോലെ ഒരു അവസ്ഥ വന്നാ നീ എന്ത് ചെയ്യും? എന്റെ മോക്ക് അങ്ങനെയൊന്നും വരില്ല. ആ, അത് നിന്റെ തോന്നല. ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നതൊക്കെ നാളെ അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ മോൾക്ക് കല്യാണപ്രായമാവുമ്പോ അവളുടെ ജാതകത്തിൽ ആരെങ്കിലും ഒരു ദോഷം പറഞ്ഞാ നിനക്കത് വിഷമാവോ? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. നമ്മുടെ കാര്യം മോളുടെ കാര്യമൊക്കെ വരുമ്പോ അത് നമുക്ക് അപ്പ ആലോചിക്കാം. ആ, അപ്പൊ സ്വന്തം മോളുടെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു. അതുപോലെ അവളെയും പ്രസവിച്ചൊരു അമ്മ അപ്പുറത്തുണ്ട്. ഇത് കേട്ടാൽ അവർക്കും വേദനിക്കും. അതുകൊണ്ട് ദേ ഇവിടെ നിർത്തിക്കോണം. പിന്നെ ഭാര്യയെ തല്ലുന്നവൻ എന്ന പേര് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പൊ നീ രക്ഷപ്പെട്ടു. ഇനി ഒരിക്കൽ കൂടി നീ ഇതുപോലെ സംസാരിച്ചാ പിന്നെ നിന്റെ സ്ഥാനം ഇവിടുന്ന് പുറത്തായിരിക്കും. ഇങ്ങോട്ട് അല്ലേ, ഇതെന്തൊരു പാട്. സത്യം പറഞ്ഞ അത് കുറ്റം. നെല്ലിശ്ശേരിയിൽ ഇപ്പൊ ഇതാ പ്രധാനപ്പെട്ട ചർച്ചയെന്ന് അനൂപേട്ടൻ എങ്ങനെ അറിയാൻ? സ്നേഹയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രഗ്നൻസി അബോട്ടായിപ്പോയി. അച്ഛാ, നമ്മുടെ പ്ലൈവുഡ് ഫാക്ടറിക്ക് തീ പിടിച്ചു. പൊള്ളലേറ്റ രണ്ടുപേരും മരിച്ചുപോയി. ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തത് മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. അച്ഛന്റെ പേടി ഇതുവരെ മാറിയില്ലേ?